അനുഗ്രഹമേറിയ നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു ദിവസം കൂടെ, ഒരു പ്രഭാതം കൂടെ കണ്ടുണരുവാൻ തക്കവണ്ണം യേശു കർത്താവ് തന്ന വലിയ ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിനുമായി സ്തോത്രം അർപ്പിക്കുക. ഈ പകൽക്കാലം മുഴുവനും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വലിയവനായ വല്ലഭനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവസാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിൻ്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടായില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ആദാമിൻ്റെ 2 മക്കളെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. കയീനും ഹാബേലും രണ്ടുപേരും ദൈവത്തിൻ്റെ അടുക്കൽ യാഗമർപ്പിക്കുവാൻ വന്നു. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കയീന് ഏറ്റവും അധികം കോപമുണ്ടായി. അവൻ്റെ മുഖം വാടി, കാരണം ദൈവപ്രസാദമുണ്ടായില്ല. താൻ അർപ്പിച്ച യാഗത്തിൽ ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു, ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവന് കോപമുണ്ടായി തൻ്റെ അനുജനോട്. അവൻ്റെ മുഖം വാടി. എന്നാൽ ദൈവം അവനോട് വ്യക്തമായിട്ട് ഇടപെട്ടു. കോപം പാപത്തിലേക്ക് നയിക്കാം. ചില തിന്മ പ്രവൃത്തികളെ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അരുതാത്തത് ജീവിതത്തിൽ സംഭവിക്കുവാൻ കാരണമായി തീരും കോപം. അവിടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ദൈവം മുന്നറിയിപ്പ് തരുന്ന ദൈവമാണ്. പാപത്തിലേക്ക് വീണു പോകുമെന്ന് ദൈവം മുന്നമേ നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരു ദൈവ പൈതൽ വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവഭയത്തോടെ, ഭക്തിയോടെ ദൈവത്തെ അനുസരിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ പാപം അവൻ്റെ വാതിൽക്കലുണ്ട്. അതിൻ്റെ ആഗ്രഹം എപ്പോഴും അവനോടാണ്. അവനെ കീഴടക്കണം, അവൻ്റെ വിശുദ്ധിയെ കീഴടക്കണം, അവൻ്റെ പ്രാർത്ഥനയെ കീഴടക്കണം, അവൻ്റെ വിശ്വാസത്തെ തകർത്ത് കളയണം, അവൻ്റെ വിശ്വസ്തതയെ ഉടച്ചു കളയണം. ദൈവമായിട്ടുള്ള അവൻ്റെ ആഴമായ സ്നേഹം ഇല്ലാതാക്കി തീർക്കണം. അങ്ങനെയുള്ള പല തന്ത്രങ്ങളൊരുക്കി പാപം അവൻ്റെ വാതിൽക്കൽ കിടക്കുകയാണ്. എന്നാൽ ആ പാപം നമ്മളെ കീഴടക്കരുത്, പാപത്തെ നാം കീഴടക്കണം. ഇവിടെ കയീനോടുള്ള വ്യക്തമായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ്, കയീനേ, നിൻ്റെ മുമ്പിൽ പാപമുണ്ട്, അത് നിന്നെ കീഴടക്കരുത്, നീ അതിനെ കീഴടക്കണം. എത്രയോ വട്ടം ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പാപം പാപം പാപം, ആ തെറ്റ് നിൻ്റെ മുമ്പിലുണ്ട്, അത് നിന്നെ കീഴടക്കരുത്, നീ അതിനെ കീഴടക്കണം, നീ അതിനെ ജയിക്കണം. പലപ്പോഴും പാപം നമ്മുടെ മേൽ ജയമെടുത്തു, പലപ്പോഴും പാപത്തിന് നമ്മൾ കീഴ്പ്പെട്ടു, കീഴടങ്ങി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പാപം നമ്മളെ കീഴടക്കുവാനല്ല, പാപത്തെ കീഴടക്കിക്കൊണ്ട് മുന്നേറുക.
കർത്താവേ നീ കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം തുടർന്നുള്ള ജീവിതം മുൻപോട്ട് നയിക്കാം. ഇവിടെ കയനോടുള്ള ബന്ധത്തിൽ ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. എങ്കിലും കയൻ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് തൻ്റെ അനുജനെ കൂട്ടിക്കൊണ്ട് വയലിൽ ചെന്ന് അവനോട് കയർത്ത് അവനെ കൊന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ്റെ മുമ്പിൽ കിടന്ന പാപം എന്തായിരുന്നു? ഒരു കൊലപാതകമാണ്. അതിൽ നിന്നവനെ പിന്തിരിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് അവൻ മുന്നറിയിപ്പ് കൊടുത്തത്. എന്നാൽ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അവൻ ആ പാപത്തിന് കീഴടങ്ങി, ആ പാപത്തിൽ വീണുപോയി. ദാവീദേ, നിന്റെ മുമ്പിൽ മോഹം, വ്യഭിചാരം, കൊലപാതകം അത് നിന്നെ കീഴടക്കരുത്, നീ അതിനെ കീഴടക്കണം. അത് നിന്നെ ജയിക്കരുത്, നീ അതിനെ ജയിക്കണം. പക്ഷെ ദാവീദ് അതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി. യോസേഫേ, നിന്റെ മുമ്പിൽ പാപമുണ്ട്, നീ അതിനെ ജയിക്കണം. യോസേഫിനെ കടന്നു പിടിച്ച പാപത്തിൻ്റെ കരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒതുങ്ങി അതിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടില്ല. ആ കരവലയത്തിനുള്ളിൽ നിന്ന് വസ്ത്രം നഷ്ടപ്പെട്ട് നഗ്നനാക്കപ്പെട്ടുവെങ്കിലും അവൻ ആ പാപത്തിൻ്റെ അധികാരത്തെ കീഴടക്കി, അതിനെ ജയിച്ചു. അവനകത്തേക്കല്ല പുറത്തേക്ക് ഓടി അതിനെ ജയിക്കുവാനിടയായി തീർന്നു. കയനേ, നീ അതിനെ ജയിക്കണം. കയനെ, നീ അതിനെ കീഴടക്കണം. പക്ഷേ കയന് ജയിപ്പാൻ കഴിഞ്ഞില്ല, അവൻ പരാജയപ്പെട്ടു പോയി. എന്ന പ്രഭാതത്തിൽ പാപത്തെ കീഴടക്കി മുന്നേറുവാൻ, പാപം നമ്മളെ കീഴടക്കി ജയിക്കാതെ വണ്ണം പാപത്തെ ജയിച്ച് മുന്നേറുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.